അവൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് 13 വയസ്സാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് 39 വയസ്സ് പ്രായമാകുമായിരുന്നു. പക്ഷേ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. 2001 സംഭവം. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. 2001 ഫെബ്രുവരി മാസം 27-ാം തീയതി കേരളം നടുങ്ങിയ ഒരു കൊലപാതകം. ബലാത്സംഗം ചെയ്ത്, അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് 7ാം ക്ലാസ്സുകാരിയായ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയത് മുഹമ്മദ് കോയ എന്നായിരുന്നു ആ പ്രതിയുടെ പേര്. മുഹമ്മദ് കോയ എന്ന പ്രതി ഈ പെൺകുട്ടി സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി തൊട്ടടുത്ത ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ച് ഈ മുഹമ്മദ് കോയ എന്ന് പറയുന്ന പ്രതി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ആ പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്തായിരുന്നു ഈ പ്രതി മുഹമ്മദ് കോയയുടെ വീട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ പെൺകുട്ടിയുടെ പേര് കൃഷ്ണപ്രിയ എന്നായിരുന്നു. ഒരുപക്ഷെ കൃഷ്ണപ്രിയയേക്കാൾ നിങ്ങൾക്ക് പരിചയം ശങ്കരനാരായണൻ എന്ന അവളുടെ അച്ഛനെ ആയിരുന്നിരിക്കണം. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരച്ഛന്റെ കഥയായിരുന്നു ശങ്കരനാരായണന്റെ കഥ. ശങ്കരനാരായണൻ എന്ന കൃഷ്ണപ്രിയയുടെ അച്ഛൻ ആ പ്രതിയെ, തൻ്റെ മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ആ പ്രതിയെ കോടതി ജാമ്യത്തിൽ വിട്ടപ്പോൾ ആ പ്രതി തൻ്റെ വീട്ടുപടിക്കലിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ അച്ഛൻ ചിലത് മനസ്സിൽ കുറിച്ചിടുകയായിരുന്നു. നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ല, നമുക്കൊക്കെ അറിയാം. നീതിയും നിയമവും നടപ്പാക്കേണ്ടത് നമ്മുടെ സർക്കാരാണ്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, പോലീസും കോടതിയും ഒക്കെയുണ്ട്. പക്ഷേ നീതിയും നിയമവും നോക്കുകുത്തിയാകുമ്പോൾ സ്വന്തം മകളെ കൊലപ്പെടുത്തിയ, സ്വന്തം മകളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 13 വയസ്സുകാരിയായ ഒരു മകൾ എന്ന് പറയുമ്പോൾ ആ അച്ഛന് മകളോടുള്ള വൈകാരികമായ ആ ഒരു സ്നേഹം അനുഭവിച്ചവർക്കേ അത് അറിയൂ കേട്ടോ. 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. എനിക്കറിയാം, ഇതുപോലെ ഒരുപാട് അച്ഛന്മാർക്കറിയാം. നമ്മൾ ഓമനിച്ച് വളർത്തിയ മകള്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് സ്കൂൾ വിട്ട് വരാൻ ഇത്തിരി വൈകിയപ്പോ ആകുലതയോടെ അവളുടെ വരവ് കാത്തിരുന്ന അച്ഛൻ കണ്ടത്, പിറ്റേ ദിവസം കണ്ടത്, തൻ്റെ മകൾ അതിക്രൂരമായി ബലാത്സംഗത്തിന് വിധേയായി കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ചയായിരുന്നു. ഏതച്ഛനാണ് സഹിക്കുക? പക്ഷേ പോലീസ് എത്തി, ഇതിന്റെ പ്രതിയെ കണ്ടെത്തി. മുഹമ്മദ് കോയ എന്ന് പറയുന്ന പ്രതിയെ പോലീസ് പിടിച്ചു, അദ്ദേഹത്തെ ജയിലിലാക്കുന്നു. പക്ഷേ ഒരൊറ്റ വർഷത്തിന് ശേഷം, ഈ സംഭവം നടന്നിരിക്കുന്നത് 2001 2002 മുഹമ്മദ് കോയ പുറത്തിറങ്ങി, ജാമ്യത്തിൽ പുറത്തിറങ്ങി. അയാള് നെഞ്ചും വിരിച്ച് ശങ്കരനാരായണന്റെ വീട്ടുമുറ്റത്തുകൂടെ എന്ന് തന്നെ പറയണം. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് മുഹമ്മദ് കോയയുടെ വീട്. ആ ശങ്കരനാരായണൻ ഈ മുഹമ്മദ് കോയയെ ഒരു ദിവസം വെടിവെച്ചു കൊന്നു. അതിന് ശങ്കരനാരായണന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സഹായിച്ചു. അതൊക്കെ പഴയ കഥയാണെങ്കിലും ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നു കേട്ടോ. അതിനുശേഷമാണ് ഏറ്റവും നമ്മുടെ എന്താ പറയാ, മനസ്സ് വിങ്ങുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ശങ്കരനാരായണൻ യഥാർത്ഥത്തിൽ ഈ പ്രതിയെ, ഈ മുഹമ്മദ് കോയയെ വെടിവെച്ച് വന്ന ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് വിധിച്ചു. ജീവപര്യന്തം തടവ് 2002. പക്ഷേ 5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2006 ശങ്കരനാരായണന്റെ അപ്പീൽ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. 5 വർഷം ജയിലിൽ കിടന്ന ശേഷം 2006 ശങ്കരനാരായണൻ പുറത്തിറങ്ങി. അന്ന് ഹൈക്കോടതി ജഡ്ജി
എല്ലാവർക്കും അറിയാമായിരുന്നു ശങ്കരനാരായണൻ തന്നെയാണ് മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊന്നതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. കോടതിക്ക് പോലും അറിയാമായിരുന്നു. പക്ഷേ കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു, ഈ മുഹമ്മദ് കോയ എന്ന ആള്, അയാൾ നേരത്തെ ഒരു ക്രിമിനൽ ആയിരുന്നു. അയാൾ നേരത്തെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളായിരുന്നു മുഹമ്മദ് കോയ. കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു, ഈ മുഹമ്മദ് കോയക്ക് ശങ്കരനാരായണൻ അല്ലാതെ അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നല്ലോ, ശരിയല്ലേ? മുഹമ്മദ് കോയക്ക് ഏക ശത്രു ശങ്കരനാരായണൻ അല്ലല്ലോ. അല്ല, ഒരുപാട് ശത്രുക്കൾ മുഹമ്മദ് കോയക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കൊന്നത് ശങ്കരനാരായണൻ തന്നെയെന്ന് എങ്ങനെ പറയാൻ പറ്റും? സാക്ഷികളില്ലായിരുന്നല്ലോ. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശങ്കരനാരായണനെ ശിക്ഷിക്കാനാവുക? കോടതി വെറുതെ വിട്ടു. അങ്ങനെ 2006 ശങ്കരനാരായണൻ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വർഷമാണ് 2025 കഴിഞ്ഞ വർഷമാണ് ശങ്കരനാരായണൻ തന്റെ 75ാമത്തെ വയസ്സിൽ മരണമടയുന്നത്. 2006 പുറത്തിറങ്ങിയ ശേഷം 19 വർഷം നീണ്ട ശങ്കരനാരായണന്റെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും മകളെക്കുറിച്ച് ഓർത്ത് കണ്ണീർ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ശങ്കരനാരായണൻ കഴിഞ്ഞിരുന്നത്. മകൾ ഉറങ്ങിയ ആ കട്ടിലിൽ ഉറങ്ങാതെ, ഒരുപോലെ കണ്ണടയ്ക്കാതെ ശങ്കരനാരായണൻ കിടന്ന് കണ്ണീരൊഴുക്കി. ആ പിതാവ് തന്റെ 75ാം വയസ്സിൽ കഴിഞ്ഞ വർഷം യാത്രയായി. ഇതിലേറ്റവും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശങ്കരനാരായണൻ ജയിലിൽ കിടന്ന 6 വർഷമുണ്ടല്ലോ. 2002 മുതൽ 2006 വരെ 5 വർഷക്കാലം. ആ 5 വർഷക്കാലം ജയിലിനുള്ളിലേക്ക് 100 കണക്കിന് കത്തുകൾ ശങ്കരനാരായണനെ തേടി. 100 കണക്കിന് കത്തുകളാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. ഒരു കൊലക്കേസ് പ്രതിക്ക് ജയിലിനുള്ളിലേക്ക് 100 കണക്കിന് കത്തുകൾ, പോസ്റ്റ് കാർഡുകൾ. അതിലൊക്കെയും എഴുതിയിരുന്നു പ്രിയപ്പെട്ട അച്ഛ എന്ന് വിളിച്ചത് അറിയാത്ത, ശങ്കരനാരായണൻ അറിയാത്ത ഒരുപാട് പെൺകുട്ടികൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കത്തെഴുതി. എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണൻ ഒരു പ്രതീകമായിരുന്നു. നീതി നഷ്ടപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ പകരം ചോദിക്കാൻ ഇതാ ഞങ്ങളുടെ അച്ഛൻ. അതായിരുന്നു ശങ്കരനാരായണന്റെ ഈ ജീവിതകഥ സിനിമയാക്കിയിട്ടുണ്ട്. M.M. നിഷാദിന്റെ വൈരം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്നറിയില്ല. അതൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയൊന്നും ആയിരുന്നില്ല, എങ്കിലും അത്തരം ഒരു സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. അതിനേക്കാൾ ഒരു പക്ഷേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക എന്റെ സുഹൃത്ത് സുന്ദരൻ രാമനാട്ടുകര. നിങ്ങളിൽ എത്ര പേർക്ക് സുന്ദരൻ രാമനാട്ടുകരെ പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ടുകാർക്ക് അറിയാം. കോഴിക്കോട്ടുകാർക്ക് ചിര പരിചിതമാണ് സുന്ദരൻ രാമനാട്ടുകര, നാടകപ്രവർത്തകൻ. സുന്ദരൻ രാമനാട്ടുകര സങ്കടനാരായണൻ എന്ന പേരിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രംഗത്ത് അവതരിപ്പിക്കപ്പെട്ട ഏകപാത്ര നാടകം സങ്കടനാരായണൻ എന്നുള്ളതായിരുന്നു. ഇപ്പോഴും സുന്ദരൻ രാമനാട്ടുകര പല വേദികളിലും സങ്കടനാരായണൻ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ ആ നാടകം 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു മത്സര നാടക വേദിയിലും മറ്റൊന്ന് അതല്ലാത്ത CPIയുടെ ഒരു സംഘടന, നമ്മുടെ ഇപ്റ്റയുടെ ഒരു വേദിയിലും ഈ നാടകം ഞാൻ കണ്ടിരുന്നു. നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന നാടകമായിരുന്നു അത്. സങ്കടനാരായണൻ എന്ന് പറയുന്ന ശങ്കരനാരായണന്റെ ജീവിതകഥ. ആ നാടകം കണ്ട ശേഷം ഞാൻ സുന്ദരനോട് പറഞ്ഞിരുന്നു, സുന്ദര നമുക്കൊന്ന് പോകണം യഥാർത്ഥ ശങ്കരനാരായണനെ നമുക്കൊന്ന് പോയി കാണണം. മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പല തിരക്കുകൾക്കിടയിൽ പറ്റിയില്ല. ശങ്കരനാരായണൻ യാത്രയായി. ഞാനിത് ഇന്ന് നിങ്ങളോട് പറയാൻ കാരണം, ഇന്ന് മാതൃഭൂമിയിൽ മറ്റൊരു പെൺകുട്ടിയുടെ കഥ. കൃഷ്ണപ്രിയയുടെ അതേ പ്രായമുള്ള 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. പക്ഷേ അവളെ കൊന്നില്ല കേട്ടോ. അവളെ ഇതേപോലെ ഒരു നരാധമൻ, മുഹമ്മദ് കോയയെ പോലെ ഒരു നരാധമൻ ആ പെൺകുട്ടിയെയും പിച്ചി ചീന്തി തന്റെ വീട്ടിൽ വെച്ചിട്ടു. 13കാരിയായ മകളെ. ഇത് കണ്ടുകൊണ്ടാണ് അവളുടെ അച്ഛൻ അവിടെ എത്തുന്നത്. അച്ഛൻ ആ സ്പോട്ടിൽ തന്റെ കൺമുന്നിലുള്ള ഒരു മരക്കഷ്ണം എടുത്ത ആ കാപാലികന്റെ, ആ നരാധമന്റെ
കാല് രണ്ടും തല്ലിയൊടിച്ചു. ഈ കാല് രണ്ടും തല്ലിയൊടിച്ചു എന്നുള്ള ഒരു ഈ ഒരു സംഭവം ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. ആ സ്റ്റോറി വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഒരു കാര്യം കൂടി പറയട്ടെ. ശങ്കരനാരായണന്റെ കാര്യം തന്നെ. ശങ്കരനാരായണനുമായുള്ള ഒരു ഇന്റർവ്യൂവിൽ ശങ്കരനാരായണൻ പറയുണ്ടായി. അതായത് ജയിലിൽ നിന്ന് വന്നപ്പോൾ 2006 ജയിൽ മോചിതനായി വന്നപ്പോൾ ശങ്കരനാരായണനോട് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഒരിക്കൽ ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്കൊരുപാട് കുറ്റബോധമുണ്ട് മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊന്നതിൽ. എന്താണെന്നറിയോ? എന്താ കുറ്റബോധം എന്നറിയോ? അയാളെ വെടിവെച്ചല്ല കൊല്ലേണ്ടിയിരുന്നത്. അയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നില്ല ചെയ്യേണ്ടത്. അയാളുടെ 2 കാലുകളും മുറിച്ചു മാറ്റണമായിരുന്നു. അയാളുടെ 2 കാലുകളും മുറിച്ചു മാറ്റണമായിരുന്നു. അയാൾ ഇഴഞ്ഞിഴഞ്ഞ് നടക്കണമായിരുന്നു. പുഴുവരിച്ച് വേദന തിന്ന് അയാൾ ജീവൻ ഒടുക്കണമായിരുന്നു. അതായിരുന്നു ശങ്കരനാരായണൻ ആഗ്രഹിച്ചത്. ആ ഒരു പിതാവിന്റെ മകളോടുള്ള വാത്സല്യത്തിന്റെ ആ ഒരു പക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഇവിടെ ഈ പിതാവ് ആ സ്പോട്ടിൽ തന്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ നരാധമനെ കാല് രണ്ടും തല്ലിയൊടിച്ചു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ആ കാല് രണ്ടും തല്ലിയൊടിച്ച പിതാവ് ജയിലിൽ കിടക്കുകയാണ്. അയാളെ റിമാൻഡ് ചെയ്തു, അച്ഛനെ. അതാണ് നമ്മുടെ നീതി. അതാണ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നീതി എന്ന് പറയുന്നത്, നീതിയുടെ മുമ്പിൽ ഒരു മനുഷ്യന്റെ കാല് രണ്ടും തല്ലിയൊടിച്ച പിതാവ് കുറ്റക്കാരനാണ്. ഏതുപോലെ മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് മഞ്ചേരി സെഷൻസ് കോടതി വിധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിയാണ് അത് ശങ്കരനാരായണനെ സ്വതന്ത്രനാക്കിയത്, സംശയത്തിന്റെ ആനുകൂല്യം പറഞ്ഞുകൊണ്ട്. ശങ്കരനാരായണനായിരിക്കില്ല, മറ്റാരോ ആയിരിക്കണം മുഹമ്മദ് കോയയെ കൊന്നത് എന്ന് ആ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ആ ഹൈക്കോടതി ജഡ്ജിക്കും അറിയാമായിരുന്നു ഇത് ശങ്കരനാരായണൻ തന്നെയാണ്. പക്ഷേ ഇതാണ് മാനവികത എന്ന് പറയുന്നത്. ഇവിടെയാണ് നീതിബോധം എന്ന് പറയുന്നത്. ശങ്കരനാരായണനൊപ്പം നിൽക്കുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. കൃഷ്ണപ്രിയയോടുള്ള നീതി അതായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആ പിതാവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കാല് രണ്ടും തല്ലിയൊടിക്കപ്പെട്ട ആൾ ആശുപത്രിയിൽ പരിചരണത്തിലാണ്. അയാൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴേ, ഇയാൾ ഈ സംഭവം നടന്ന ശേഷം ഈ കാല് രണ്ടും തല്ലി ഒടിക്കപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് മുൻ വൈരാഗ്യത്തെ തുടർന്നിട്ടാണ് എന്റെ കാല് അടിച്ചൊടിച്ചത് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഈ പ്രതിയെ, ഈ അച്ഛനെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് തന്റെ മകളെ ബലാത്സംഗം ചെയ്യുന്നത് താൻ കണ്ടുകൊണ്ടുവന്നു. അപ്പോഴാണ് ഞാൻ മറ്റൊന്നും നോക്കാതെ മുന്നിൽ കിടക്കുന്ന ഒരു വടിയെടുത്ത്, ഒരു വലിയൊരു തടിക്കഷ്ണമെടുത്ത് കാല് രണ്ടും തല്ലി ഒടിച്ചു എന്ന് ഈ പിതാവ് പറഞ്ഞു. അതിനുശേഷം പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. പോക്സോ കേസാണ്. 13 വയസ്സ്. ആ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിൽ 5-ാം പേജിലുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: മകളോട് ലൈംഗിക അതിക്രമം കാട്ടിയ അയൽവാസിയുടെ കാൽ പിതാവ് തല്ലിയൊടിച്ചു. പോത്തൻകോടാണ് സംഭവം. മറ്റേത് മഞ്ചേരിയിലായിരുന്നു. ശങ്കരനാരായണൻ മഞ്ചേരിയിലായിരുന്നെങ്കിൽ മറ്റൊരു ശങ്കരനാരായണൻ എവിടെയാണ്? പോത്തൻകോട്. 13 വയസ്സുകാരിയായ മകളെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമം കാട്ടുന്നത് കണ്ട പിതാവ് 40-കാരനായ അയൽവാസിയുടെ കാൽ അടിച്ചൊടിച്ചു. ഈ ആദ്യവാദ്യം വായിച്ചപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ കൃഷ്ണപ്രിയ ദുഃഖമായി നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ ഇങ്ങനെ കടന്നിരുന്ന കൃഷ്ണപ്രിയയുടെ രൂപം തെളിഞ്ഞത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആ പെൺകുട്ടിയുടെ ചിത്രം കേട്ടോ, ആ പെൺകുട്ടിയുടെ മുഖം ഇപ്പോഴും ഉണ്ട്. 13 വയസ്സുകാരിയായ കൃഷ്ണപ്രിയയുടെ മുഖം. അത് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു പോയി. അതാണ് ഞാൻ ആ കഥ ആദ്യം നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പൊ ഈ വാർത്ത പറയുന്നു, അയൽവാസിയുടെ കാൽ ലൈംഗിക അതിക്രമം കാട്ടുന്നത് കണ്ട പിതാവ് 40-കാരനായ അയൽവാസിയുടെ കാൽ അടിച്ചൊടിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതേ അവസരത്തിൽ ഇതിനിടെ കാൽ അടിച്ചൊടിച്ചതിന് അറസ്റ്റിലായ കുട്ടിയുടെ പിതാവിനെ കോടതി റിമാൻഡ് ചെയ്തു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ വളരെ വളരെ സ്പീഡിലാണ്. ആരെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് പലപ്പോഴും ആനുകൂല്യം കിട്ടുന്നു. വാദി പലപ്പോഴും സംശയത്തിന്റെ നിഴലിലാവുന്നു. വാദി പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നു. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അതിന്റെ ഒരു ഫലം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, എന്താ പറയാ, ഈ നിയമം കയ്യിലെടുക്കുക, നീതി കയ്യിലെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ ഏർപ്പാടാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും ഒരാളും നീതി കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷേ മറുചോദ്യം വരുന്നത്, നീതിയും നിയമവും നോക്കുകുത്തിയാകുമ്പോ, നീതിയും നിയമവും കണ്ണടയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെയാണ് ശങ്കരനാരായണന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ വാർത്തയുടെ ബാക്കി ഇങ്ങനെയാണ്: 2 വർഷത്തിലേറെയായി സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഈ പെൺകുട്ടിയുടെ കുടുംബം. വീട്ടിൽ ആളില്ലാത്ത സമയം കുട്ടിയോട് തന്റെ വീട്ടിലേക്ക് വരാൻ അയൽവാസി ആവശ്യപ്പെടുകയായിരുന്നു.
ഇതനുസരിച്ചെത്തിയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന പിതാവ് അവിടെ കിടന്ന വലിയൊരു തടിക്കഷ്ണമെടുത്ത് ഇയാളുടെ കാൽ അടിച്ചൊടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സക്കെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. പോത്തൻകോട് പോലീസ് ആശുപത്രിയിലെത്തി മൊഴിയെടുത്തപ്പോൾ മുൻ വൈരാഗ്യം മൂലം തന്നെ മർദ്ദിച്ചു എന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. കുട്ടിയുടെ പിതാവിനെ പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പോലീസ് അറിയുന്നത്. തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. മജിസ്ട്രേറ്റ് മുന്നിൽ കുട്ടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. ഇതാണ് മാതൃഭൂമിയിലെ വാർത്ത. വീണ്ടും ശങ്കരനാരായണനെ ഓർത്തുപോയി. ശങ്കരനാരായണന്മാർ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവണം. കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. എവിടെയൊക്കെ നീതിയും നിയമവും നോക്കുകുത്തിയാകുന്നോ അവിടെയൊക്കെ ശങ്കരനാരായണന്മാർ ഉദയം ചെയ്യുക തന്നെ ചെയ്യും. മരണപ്പെട്ടു പോയ 2006 മുതൽ അല്ലെങ്കിൽ 2001 മുതൽ തന്നെ നമുക്ക് പറയാം അല്ലേ, 2001 മുതൽ 24 വർഷം തന്റെ മകളുടെ ആ വിയോഗത്തെക്കുറിച്ച് കണ്ണീരൊഴുക്കിയ ആ പിതാവ് യാത്രയായി കഴിഞ്ഞ വർഷം. ശങ്കരനാരായണന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, കൃഷ്ണപ്രിയയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ വിങ്ങുന്ന മനസ്സുമായി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.